രൗദ്രതാണ്ഡവം. രചനാവതരണം നന്ദു കൃഷ്ണ. ശരീരത്തിലേക്ക് തുളച്ചു കയറുന്ന കുളിരും കഴുത്തിലിഴയുന്ന പോലെ തോന്നുന്ന തണുപ്പും. ശരീരത്തിന് മുകളിൽ അറിയുന്ന ഭാരത്തിൽ അവളൊന്ന് ഉലഞ്ഞു. കഴുത്തിൽ അറിയുന്ന ചെറിയ നോവിൽ അവൾ പിടലി ഒന്ന് വെട്ടിച്ചുകൊണ്ട് മുകളിൽ തോന്നിയ ഭാരത്തെ രണ്ട് കൈയും കൊണ്ട് തള്ളാൻ തുടങ്ങിയപ്പോഴാണ് എന്തിലോ പോയി വിരലുകൾ ഉടക്കിയത്. മയക്കത്തിൽ നിന്നും കണ്ണ് വലിച്ചു തുറന്നവൾ "ഇച്ചേട്ടാ!" തന്റെ കണ്ണിന് മുകളിൽ കണ്ട കണ്ണുകളിലെ തിളക്കത്തിൽ നോക്കി അവൾ പതറിക്കൊണ്ട് വിളിച്ചു. ആ മിഴികളിലേക്ക് മെല്ലെ വംശി ഒന്ന് ഊതി. അവളുടെ ഇരുമിഴികളും മെല്ലെ കൂമ്പിപ്പോയി. അത് കണ്ടതും വശ്യമായൊരു പുഞ്ചിരി വംശിയിൽ വിടർന്നു. അവളുടെ പരൽമീനിനെ പോലെ പിടഞ്ഞു പായുന്ന മിഴികൾക്ക് മുകളിലേക്ക് അവൻ മെല്ലെ തന്റെ ചുണ്ടുകൾ ചേർത്തു. അവള് വിറഞ്ഞത് അവൻ അറിഞ്ഞു. ചിരിയോടെ അവന്റെ നാവ് അവളുടെ മൂക്കിലൂടെ ഇഴഞ്ഞു മാറി. വല്ലാത്തൊരു തരിപ്പ് ശരീരമാകെ പടരുന്ന പോലെ തോന്നി. അവൾ അവന്റെ നെഞ്ചിൽ തന്നെ അമർത്തി പിടിച്ചു. നാവിൻ തുമ്പ് കവിളിൽ തട്ടി. ചുണ്ടിൽ തൊടാതെ താഴ്ത്തുമ്പിലെത്തി മെല്ലെ ഒന്ന് മുട്ടി മാറിയവൻ. അതുവരെ കണ്ണുകൾ ഇറുക്കി അടച്ചു കിടന്നവൾ ഞെട്ടിക്കൊണ്ട് കണ്ണു തുറന്നു. അവന്റെ ആ ഒഴുക്കിൽ ചുണ്ടിൽ ഒരു മുത്തം അവൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത് കണ്ടിട്ടും കാണാതെ പിന്നെയും അവന്റെ നാവിൻ തുമ്പുകൾ തേടിപ്പോയത് അവളുടെ കഴുത്തിടുക്കിലേക്കായിരുന്നു. അവിടെ എത്തി അവനൊന്ന് അമർത്തി ചുംബിച്ചതും അവൾ അവനുമായി തന്നെ മെല്ലെ ഒന്ന് ഉയർന്നുപോയി. അപ്പോഴേക്കും ഒരുവന്റെ ആവേശം വല്ലാതെ വർദ്ധിച്ചിരുന്നു. അതിന്റെ ആവാം അവളെ അതുപോലെ കട്ടിലേക്ക് പിടിച്ചു കിടത്തി മുഖം മെല്ലെ താഴേക്കാക്കി മുഖം ഒന്ന് അമർത്തിയതും അവൾ അവനെ തള്ളിയിട്ട് കമിഴ്ന്നു കിടന്നിരുന്നു. ശ്വാസമെടുക്കാൻ പാടുപെടുന്ന പോലെ ഉയർന്നു താഴുന്ന അവളുടെ ചലനങ്ങളിൽ അവനും അവളുടെ മുകളിലേക്ക് പോയി ചാഞ്ഞു കിടന്നു. അവളെ ഒളിപ്പിക്കാൻ എന്ന പോലെ പടർന്നു കിടന്ന മുടിയിഴകൾ അത്രയും അവൻ ഒരു വശത്തേക്കാക്കി. അവളുടെ സൗന്ദര്യം കൂടുതൽ കാണാനെന്ന പോലെ വലിച്ചു താഴ്ത്തി ചുംബിച്ചു തുടങ്ങി. അവനെ തള്ളി മാറ്റാനോ അടുപ്പിച്ചു നിർത്താനോ കഴിയാത്ത പോലെ അവൾ വിവശയായി. "നീ എന്നെ വല്ലാതെ ചീത്തയാക്കുന്നുണ്ട് പെണ്ണെ." കാതിലേക്കെത്തി മെല്ലെ പറഞ്ഞതും അവൾ ഷീറ്റ് ചുളുക്കിക്കൊണ്ട് മുഖം അതിലേക്ക് അമർത്തി. "എന്ത് സുന്ദരിയാണോ നീ!" അവന്റെ ശബ്ദം തീർക്കുന്ന അലകളിൽ പുളകങ്ങൾ തീർത്തു തുടങ്ങിയതും അവൾ അവനെ തിരിഞ്ഞു കെട്ടിപ്പിടിച്ചു. അല്പം മുന്നേ അറിഞ്ഞ മാർദ്ദവം ഇപ്പോൾ അവന്റെ ഉറച്ച ശരീരത്തിൽ അകപ്പെട്ട് വേദനിക്കാൻ തുടങ്ങും പോലെ അത്രയും ഗാഢമായിരുന്നു ആ ആലിംഗനം. വംശിയുടെ ചുണ്ടോളം ഒരു പുഞ്ചിരി വന്ന് തുളുമ്പി നിന്നു. അവനും അവളെ തീവ്രതയോടെ അമർത്തി കെട്ടിപ്പിടിച്ചു. "നീ എന്നെ വല്ലാതെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട് ധാത്രി." അവന്റെ ശബ്ദത്തിലെ വിറയൽ അവളിൽ നാണമായി മാറി. "എനിക്കറിയാം നീ ക്ഷീണിച്ച് കിടക്കാന്ന്. പക്ഷെ ശരിക്കും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലടി." അല്പം മുന്നേ അവളെ ടീസ് ചെയ്യാനായി ചുണ്ടുകൾ ഒഴിവാക്കി നാവിൻ തുമ്പാൽ തലോടിയവൻ പറയുന്നതിനോടൊപ്പം തന്നെ അവളുടെ ചുണ്ടുകളെ മൊത്തത്തിൽ സ്വന്തമാക്കി. മേൽചുണ്ടിലും കീഴ്ചുണ്ടിലും ഒരുപോലെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് അവൻ അവളുടെ നാവിലാകെ ചുറ്റിപ്പിടിച്ചതും അവളൊന്ന് മൂളിക്കൊണ്ട് ഉയർന്നുപോയി. ശ്വാസം വിഴുങ്ങി ഏങ്ങും വരെ അവൻ അവളെ തന്റെ ചുണ്ടുകളിൽ അടക്കി നിർത്തി. അവസാനം ഒട്ടും പറ്റില്ലെന്ന് തോന്നിയ നിമിഷം അവളുടെ തള്ളിമാറ്റലിൽ അവൻ അകന്നുപോയി. പക്ഷെ കണ്ണുകൾ ചതിച്ചു. കാഴ്ചകൾ കൂടുതൽ വെളിവായി. പാതിയിലധികം വെളിവായ ആ പൂമട്ടിൽ അവൻ തന്റെ മുഖം അമർത്തി കിടന്നു. അടഞ്ഞ മിഴികൾ വലിച്ചു തുറന്നവനെ കൂർപ്പിച്ചൊന്ന് നോക്കിയ ധാത്രി. അത് കണ്ടതും അവന്റെ ചുണ്ടും നാവും വിരലുകളുമെല്ലാം വല്ലാത്തൊരാവേശത്തോടെ അവളിലൂടെ ഒഴുകിയിറങ്ങി നടന്നതും എപ്പോഴൊക്കെയോ അവനെ തള്ളി മാറ്റി എതിർക്കാൻ തുടങ്ങിയവൾ തന്നെ അവനെ അവളിലേക്ക് അമർത്തി വെക്കും പോലെ കെട്ടിപ്പിടിച്ചു. അത് മതിയായിരുന്നു അവനും. പ്രണയം അഗ്നിയായി അവനെ വരിഞ്ഞു മുറുക്കി. അത് അവളിലേക്ക് പകരാനെന്ന പോലെ അവൻ കാറ്റുപോലെ അവളെ മൂടി. അവളുടെ വിരലുകൾ അവന്റെ മുടിയിഴകളിൽ മുറുകി. ശരീരമാകെ വല്ലാത്തൊരു ലാസ്യഭാവം പടർന്നു. തന്നെ നുകർന്നും കടിച്ചും വേദനിപ്പിച്ചുമൊക്കെ ആകെ പിടപ്പോടെ പായുന്നവനെ ഒരുവളിൽ അലിയാൻ വേണ്ടി തുടങ്ങിയതും ബന്ധങ്ങളുടെയൊക്കെ കെട്ടുപാടിൽ നിന്നും അകന്ന പോലെ അവളും അവനൊപ്പം തന്നെ ഒഴുകാൻ തുടങ്ങി. അവൻ മുത്തിച്ചുവപ്പിക്കുന്നിടമെല്ലാം അവൻ അവകാശിയായി. കാഴ്ചകൾ മറയ്ക്കുന്നതെല്ലാം അവന് ശത്രുക്കളായി. നെറുകയിലൂടെ, മൂക്കിലൂടെ, ചുണ്ടിലൂടെ, കഴുത്തിടുക്കിലൂടെ, പർവ്വതങ്ങളെ ഭേദിക്കും വഴിയിടുക്കുകളിലൂടെ, ആഴമുള്ള ചുഴികളിലൂടെ, അവൾക്ക് മാത്രമുള്ള അവളിടങ്ങളിലൂടെ
ഒടുവിൽ വേദനയുടെ അങ്ങേ കൊടുമുടിയിലെത്തി അവന് മാത്രമായി തീർന്നു ഒരുവൾ. ആകെ തളർന്നു കൂമ്പിയ താമരമൊട്ടുപോലെയുള്ളവളെ അവന്റെ നെഞ്ചിലേക്ക് കയറ്റിക്കിടത്തി അവൻ. ഒഴുകിയിറങ്ങിയ കണ്ണുനീർത്തുള്ളികളെ അവൻ ചുംബിച്ചു മാറ്റി. കൃഷ്ണമണിയുടെ പിടപ്പിലേക്ക് അവൻ മെല്ലെ ചുണ്ടുകൾ തൊട്ടു. അവളെ ഒരല്പം കൂടി ഉയർത്തി ഒപ്പമാക്കി ചരിഞ്ഞൊന്ന് കിടന്നവൻ. ഐ ആം സോറി, മനഃപൂർവ്വം വേദനിപ്പിച്ചതല്ല പൊന്നെ. അവളുടെ കണ്ണിലൊരിക്കൽ കൂടി മുത്തി അവൻ ആ കവിളിൽ മെല്ലെ തലോടി. പെണ്ണിന്റെ ഇമകൾ വെട്ടി. ദേഷ്യാണോടാ? അതാണോ എന്നെയൊന്ന് നോക്കുപോലും ചെയ്യാത്തത്? ചോദിച്ചു തീരും മുന്നേ ആ മിഴികൾ തുറന്നു. ഒപ്പം അവനോട് പിണങ്ങിയ പോലെ പെണ്ണിന്റെ മുഖവും മാറി. സോറിടി മോളെ, എനിക്കറിയാം ഞാൻ നിന്നെ വല്ലാതെ നോവിച്ചുവെന്ന്. അത്രയും തീക്ഷ്ണമായിപ്പോയി എന്റെ പ്രവൃത്തികൾ. പക്ഷേ അപ്പോഴേക്കും അവന്റെ വായ് പൊത്തി മാറിയിരുന്നു ധാത്രി. ചേക്കൻ സംശയത്തോടെ അവളെ നോക്കി. പ്ലീസ് ഒന്ന് നിർത്താമോ? എന്തൊക്കെ ഈ നാണമില്ലാതെ വിളിച്ചു പറയുന്നത്? നാണം കൊണ്ടാകെ ചുവന്നവൾ അവന്റെ നെഞ്ചിനുള്ളിലേക്ക് ആ മുഖം അമർത്തി വെച്ച് അവളെ തന്നെ അവനിൽ നിന്ന് ഒളിപ്പിക്കാൻ ശ്രമിച്ചു. മുന്നിലിരിക്കുന്നവളുടെ വായിലേക്ക് ഒരു പീസ് ദോശ കൂടി വെച്ചു കൊടുക്കുമ്പോഴും അവന്റെ ചുണ്ടിലെ പുഞ്ചിരി മാഞ്ഞില്ല. പക്ഷേ അവിടെയാകെ മുഖം കയറ്റിപ്പിടിച്ച് മുഖം വീർപ്പിച്ചാണ് ഓരോ തവണയും വാതുറക്കുന്നത്. അതിന് കാരണം രണ്ടാണ്. ഒന്ന്, താൻ അവളെ വഴക്കു പറഞ്ഞു. പിന്നൊന്ന്, ആ ഓർമ്മയിൽ പോലും അവന്റെ കണ്ണുകൾ വിടർന്നു. വെള്ളി വെളിച്ചത്തിൽ താൻ കണ്ട അവളുടെ മോഹന രൂപം. വംശി കണ്ണൊന്ന് ഇറുക്കി മൂടി. ഏറെ നേരം പെണ്ണ് തനിക്ക് മുഖം തരാതെ ഒളിച്ചു കളിക്കുകയായിരുന്നു. ഫ്രഷ് ആകേണ്ടടാ മോളെ? കാതിൽ ചുംബിച്ചു ചോദിച്ചപ്പോൾ അവളുടെ വിറയലറിഞ്ഞത് തന്റെ നെഞ്ചിലായിരുന്നു. വയ്യെങ്കിൽ ഞാൻ ഫ്രഷ് ആക്കാം. അത് കേട്ടതും തനിക്കരികിൽ നിന്നും എഴുന്നേൽക്കാൻ പോയവൾ പെട്ടെന്നാണ് പിന്നിലേക്ക് ചാഞ്ഞത്. താൻ താങ്ങിയില്ലായിരുന്നെങ്കിൽ അവൾ ഉറപ്പായും വീണേനെ. ധാത്രി, തല കറങ്ങുന്നേട്ടാ. അവളെ എടുത്ത് മടിയിലേക്കിരുത്തി കട്ടിലേക്കിരിക്കുമ്പോൾ പെണ്ണിന്റെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞ് അവൾ എഴുന്നേൽക്കാൻ പോയപ്പോൾ വിട്ടില്ല. എനിക്ക് ഫ്രഷ് ആകണം. എങ്ങും എത്താത്ത അവന്റെ ടീഷർട്ട് താഴേക്ക് പിന്നെയും പിന്നെയും വലിച്ചിടാൻ ശ്രമിച്ചുകൊണ്ട് അവൾ അവനെ നോക്കാതെ പറഞ്ഞു. അവളുടെ ആ പ്രവൃത്തിയൊക്കെ കണ്ട് സത്യം പറഞ്ഞാൽ വംശിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. അടുത്ത നിമിഷം അവൻ അവളെ കയ്യിലേക്ക് എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു. വിച്ചേട്ടാ, എവിടേക്ക് വരുവാ? എന്തായി കാണിക്കുന്നേ? അവളുമായി ബാത്റൂമിലേക്ക് കയറി വാതിലടയ്ക്കാതെ നോക്കുന്നവനെ പെണ്ണ് കൈയും കാലുമൊക്കെ ഇട്ട് അടിച്ച് പ്രതിരോധിക്കാൻ നോക്കി. എന്നാ ഞാൻ കാണിക്കാൻ പോകുന്നെന്ന് മോള് നേരിട്ട് കണ്ടോളൂ. പറയുന്നതിന്റെ ഒപ്പം തന്നെ അവളെ ഫ്ലോറിലേക്ക് ഇറക്കി അവൻ ആ ഷർട്ട് വലിച്ചൂരി എറിഞ്ഞു. അവന്റെ ആ നോട്ടം പെണ്ണാകെ വല്ലാതെയായി. പിന്നെ അവളെ ഫ്രഷ് ആക്കിയതും പുതിയ ഡ്രസ് ഇട്ട് കൊടുത്തതുമൊക്കെ അവനായിരുന്നു. അവസാനം അവളെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ടേബിളിലേക്ക് ഇരുത്തിയിട്ട് ഇപ്പോൾ കഴിക്കാൻ കൊടുക്കുന്ന നേരവും അവളെ കൊണ്ട് അത് ചെയ്യിക്കാതെ അവൻ തന്നെ നിർബന്ധിച്ച് ആഹാരം കൊടുക്കുകയാണ്. അതിന്റെ പിണക്കമാണ് പെണ്ണിന്. അടുത്ത തവണ കൊടുക്കാൻ തുടങ്ങിയതും പെണ്ണ് പിന്നെയും തല വെട്ടിച്ചു. കുറച്ചു മുന്നേ കേട്ടതിന്റെ ബാക്കി വേണോ നിനക്ക്? അവന്റെ ശബ്ദം ഒരല്പം ഉയർന്നതും അവൾ പിന്നെയും വാതുറന്നു. ഇത്തവണ ആ കവിളുകൾ ഒന്നും കൂടി പപ്പടം പോലെ പൊള്ളി വീർത്തിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ അവൻ ആ കവിളിൽ പിടിച്ചു വലിച്ച് അമർത്തി ചുംബിക്കാനാണ് തോന്നുന്നത്. പക്ഷെ ആ തോന്നലൊക്കെ കഷ്ടപ്പെട്ടാണ് അടക്കുന്നത്. കാരണം ഇപ്പോൾ പഴയ പോലെയല്ല. അവളുടെ നേർത്തൊരു നിശ്വാസം പോലും തന്നെ പലതിലേക്ക് നയിച്ചെന്ന് വരാം. പെണ്ണല്ലെങ്കിൽ തന്നെ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്. പെട്ടെന്നൊരു സെക്കൻഡ് റൗണ്ട് കൂടി അവൾ താങ്ങില്ല. ഈ പോക്ക പോകുന്നതിൽ മുന്നത്തതിന്റെ രണ്ടിരട്ടിയായിരിക്കും താൻ. എന്തൊരു പെണ്ണാണിവൾ! ആ ഓർമ്മയിൽ പോലും അവന്റെ മുഖം വിടർന്നത് പെട്ടെന്നാണ്. അവന്റെ ആ ചിരി കണ്ടുകൊണ്ടാണ് ധാത്രി മിഴികൾ ഉയർത്തിയത്. എന്നെ ചീത്ത പറഞ്ഞ് കഴിപ്പിച്ചതിന്റെ സന്തോഷത്തിൽ ചിരിക്കുന്ന കണ്ടോ? നോക്കിക്കോ, ഇനി ഞാൻ കഴിക്കില്ല. ചുണ്ടുകൾ പിന്നെയും കൂർത്തതും അവൻ പെട്ടെന്നൊന്ന് അതിൽ ഉറിഞ്ചി വിട്ടു. എന്താ നടന്നതെന്ന് അവൾക്ക് പോലും മനസ്സിലാവാത്ത നിമിഷത്തിൽ ആ കണ്ണുകൾ പുറത്തേക്ക് തള്ളിപ്പോയി. വിച്ചേട്ടാ, ഇനി കഴിക്കില്ലെന്ന് നീ പറഞ്ഞാൽ ഈ ശിക്ഷയാണ് ഞാൻ തരിക. വഴക്ക് പറയുന്നതിലും ഐ ലൈക്ക് ദീസ് മോർ ഡാൾസ്. ഒരു ചുംബനം കൂടി അവളുടെ കവിളിൽ കൊടുത്തവൻ കണ്ണിറുക്കി. അപ്പോഴേക്കും പെണ്ണ് ആകെ ദേഷ്യത്തിൽ അവൻ ചുംബിച്ചിടം തൂത്തു കളഞ്ഞുകൊണ്ട് പിണങ്ങിയിരുന്നു. സോ ക്യൂട്ട്. അവന്റെ ആ ഡാൾസ് എന്ന് പറയുമ്പോൾ ശബ്ദത്തിലുണ്ടാകുന്ന മാറ്റം
അവളുടെ ഓരോരോ രോമത്തെയും എഴുന്നേൽപ്പിക്കാൻ പാകത്തിൽ അത്രയും പ്രണയാകുലമായിരുന്നു. പിന്നെയും ഒരല്പം കൂടി അവളെ കഴിപ്പിച്ചതിന് ശേഷം പ്ലേറ്റ് സൈഡിലേക്ക് വെച്ച് അവളെ കയ്യിലേക്ക് എടുക്കാൻ പോയതും പെണ്ണ് നേരെയിരുന്നു. ഞാൻ നടന്നോളാം, ഇപ്പൊ ഞാൻ ഓക്കെ ആയി. അവനോട് പിണങ്ങിയ പോലെ പറഞ്ഞതും അടുത്ത നിമിഷം അവന്റെ കൈകളിൽ അവൾ ഉയർന്നു പൊങ്ങി. ഗുഡ്, പക്ഷേ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. മുന്നത്തെ പോലെ ഒന്നോ രണ്ടോ ചുവട് നടന്നിട്ട് തല കറങ്ങാനാണെങ്കിൽ ഞാൻ എടുത്തു നടക്കുന്നതന്നല്ലേ നല്ലത്. അവനോട് ഇനി എന്ത് പറഞ്ഞു തർക്കിച്ചിട്ടും കാര്യമില്ലെന്നറിയാവുന്നവൾ ആ കയ്യിൽ അങ്ങനെ കിടന്നു. അവളുമായി വാഷ് ബേസിൻ അവിടെ പോയി നീറ്റാക്കി അവൻ അവളെ കട്ടിലിൽ കൊണ്ടുവന്ന് കിടത്തി. റെസ്റ്റ് എടുക്ക്, ഞാൻ ഇപ്പൊ വരാം. അവൻ അവളുടെ കവിളിലൊന്ന് തട്ടി എഴുന്നേൽക്കാൻ പോയതും പെട്ടെന്ന് പെണ്ണ് ആ കയ്യിൽ കയറി പിടിച്ചു. കഴിക്കണേ, നീ ടയേർഡല്ലേ? അല്ലെങ്കിൽ മുഴുവനായി ഒന്നുകൂടെ കഴിക്കായിരുന്നു. ഒരു കണ്ണിറുക്കി അവളെ മൊത്തം നോക്കിക്കൊണ്ടുള്ള അവന്റെ ആ കള്ളച്ചിരിയിൽ പെണ്ണ് ഞെട്ടിപ്പോയി. കണ്ണുകൾ കൂർപ്പിച്ച് അവനെ പേടിപ്പിക്കാൻ നോക്കിയെങ്കിലും നാണം കൊണ്ട് അവളുടെ ചുവന്ന മുഖം അവനെ ഒന്നുകൂടെ അവളുടെ ചുണ്ടിനെ നുകർന്നു വിടാനാണ് പ്രേരിപ്പിച്ചത്. സമ്മതിക്കില്ല നീ. ചെയ്യാൻ പോയ കാര്യമോർത്ത് തല ഒന്ന് വിലങ്ങനെ ആട്ടിക്കൊണ്ടാണവൻ അവളുടെ കവിളിലൊന്ന് തട്ടി എഴുന്നേറ്റ് പുറത്തു പോയത്. അതേസമയം വല്ലാത്തൊരു ലോകത്തായിരുന്നു അവളും. ഒരിക്കലും പ്രതീക്ഷിക്കാതെ നടന്ന കല്യാണം, അതിലും അപ്രതീക്ഷിതമായി നടന്ന ഒന്നാവൽ, പിന്നെ ഇപ്പം മുന്നിൽ കാണുന്ന തന്റെ ഈ വിച്ചേട്ടൻ, അങ്ങനെ എല്ലാം പുതിയതുപോലെ. അവൾക്കാകെ വല്ലാത്തൊരു നാണം തോന്നുന്നുണ്ടായിരുന്നു. സുഖമുള്ള ഏതൊക്കെയോ ആ ഓർമ്മകളിൽ അവളുടെ കണ്ണുകൾ മെല്ലെയാണ് അടഞ്ഞുപോയത്. അപ്പോ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ അടുത്ത ഭാഗം ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നന്ദി.